നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഒരു തന്തയില്ലാത്തവളുടെ തന്തയില്ലായ്മ കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ കൂടി ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു. നാടിനും വീടിനും വീട്ടുകാർക്കും ഉപയോഗമില്ലാതെ പട്ടിയും പൂച്ചയും മക്കളെ ഉണ്ടാക്കുന്നത് പോലെ കുറെ എണ്ണത്തിനെ കുറെ മാതാപിതാക്കൾ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ചോദിക്കാനും പറയാനുമില്ല, നല്ലത് പറഞ്ഞു കൊടുക്കത്തതുമില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയം പറഞ്ഞുകൂടാത്തതാണ്. പക്ഷേ ഓട്ടോ കൂലി കൊടുക്കാൻ 70 രൂപ പിരിച്ച ഓമനക്കുട്ടൻ സഖാവിന്റെ രാഷ്ട്രീയം അന്തിച്ചർച്ച ചെയ്ത നമ്മുടെ നാട്ടിൽ ഇവളുടെ രാഷ്ട്രീയവും പറഞ്ഞു തന്നെ പോകണം. നബീസ എന്ന് പറയുന്ന സ്ത്രീയെ നിസ്കാരപ്പായലിട്ട് അടുത്ത വീട്ടിലെ 22 വയസ്സുള്ള ഡിവൈഎഫ്ഐക്കാരൻ ബലാത്സംഗം ചെയ്തു എന്ന് ഖുർആൻ ഉയർത്തിപ്പിടിച്ച് കള്ളക്കഥയുണ്ടാക്കി ആ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിച്ച് ആ 22 വയസ്സുള്ള ചെറുപ്പക്കാരനെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ മുനാഫിക് ലീഗ് തെമ്മാടികളുടെ പിന്തലമുറക്കാരിൽ നിന്നും ഇതിൽ വലുത് നമ്മൾ പ്രതീക്ഷിക്കണം. പാണക്കാട്ടുള്ളവന്മാരുടെ കുണ്ടി താങ്ങിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിച്ച് എന്ത് തന്തയില്ലായ്മയും കാണിക്കാൻ മടിയില്ലാത്ത കുറെ പേർ മുനാഫിക് ലീഗിലുണ്ട്. ഇവളെ പോലെ എല്ലാവരെയും പറയുന്നില്ല. കല്യാണപ്രായം കഴിഞ്ഞാൽ ഒന്നിലെ കെട്ടിച്ചു വിടണം. അതല്ല കെട്ടിച്ചതാണെങ്കിൽ അവളുടെ കഴപ്പ് തീർക്കാനുള്ള കഴിവ് ആ കെട്ടിയവനുണ്ടാകണം. അതല്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കും. നമ്മൾ ആ വീഡിയോ കണ്ടതാണ്. ആ കണ്ട സമയം മുതൽ അവളെ തന്നെയാണ് കുറ്റപ്പെടുത്തിയിട്ടുള്ളതും. നെഞ്ചുകൊണ്ട് അവന്റെ മുട്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് അത് വീഡിയോ പിടിക്കണമെങ്കിൽ അവൾക്ക് നല്ല ഒന്നാന്തരം ഞരമ്പിന്റെ രോഗമാണ്. അത് കഴിഞ്ഞ് അവൾ അതിനെ വിശദീകരിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആണിനല്ല, നിന്നെ പോലെ പട്ടിയും പൂച്ചയും ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന അവളുമാർക്കാണ് വിഷയം. ഇതൊരു പാഠമാണ്. പാവപ്പെട്ട നിരപരാധികളായ ചെറുപ്പക്കാരെ കൊടുക്കാൻ വേണ്ടി നാണവും മാനവുമില്ലാതെ ഉടുത്തുരങ്ങി ഇറങ്ങിയിരിക്കുന്ന പല അവളുമാർക്കുമുള്ള മറുപടി. നീതി നടപ്പിലാകണം. സർക്കാരും നിയമവും ഇടപെടണം. ആ ചെറുപ്പക്കാരന്റെ കുടുംബത്തിന് നീതി ലഭിക്കണം. അവൾ അഴിക്കുള്ളിലാകണം. ഇതുപോലെയുള്ളതിനൊക്കെ ഇതൊരു പാഠമായി മാറണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു.